നാളാണ്, വലിയ പെരുന്നാളാണെന്ന്. അപ്പം നമ്മുടെ നാട്ടിലെ പള്ളിയിലുള്ളൊരു പ്രാർത്ഥനയും പരിപാടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കുറേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. പള്ളിയുടെ അടുത്ത് ഒരു പന്തൽ കാണാനുണ്ട്. ആ പന്തൽ നാളെ ഇവിടെ ഒരു കുട്ടിയുടെ നിക്കാഹുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പന്തലാണത്. എന്തായാലും ഞാനും ഈ പള്ളിയുടെ മുന്നിലുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പുറത്തുണ്ട് നമ്മൾ കേട്ടോ. ഇതിൽ പറഞ്ഞു പള്ളിയുടെ അടുത്തൊരു അടയ്ക്ക ഉണക്കുന്ന ഒരു കളമുണ്ട് കേട്ടോ. അടയ്ക്ക ഉണക്കുന്നൊരു കളാണ്. ഈ ഒരു ഗ്രൗണ്ടിന് ചാരിയാണ് ഇവിടെ പല പരിപാടികളും നടക്കാറ്. ഗ്രൗണ്ടിൽ ഈദ് മുബാറക്, ഈദ് മുബാറക്. ഇത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ച സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. കുട്ടിക്കാലം മുതൽ പഠിച്ചിരുന്നൊരു സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. പക്ഷെ നമ്മൾ പഠിച്ചിരുന്ന ആ സ്കൂളും എല്ലാം പൊളിച്ചു കളഞ്ഞു. കാരണം അതൊക്കെ ദ്രവിച്ച് നാശമായിപ്പോയി. അത് ഈ ഭാഗത്തായിരുന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ട് നിൽക്കണ ഈ ഭാഗത്തായിരുന്നു. ഈ ഭാഗത്താണ് നമ്മൾ പഠിച്ചിരുന്ന ആ സ്കൂൾ. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞു. കാരണം നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്, പിന്നെ മാത്രമല്ല ആ സ്കൂളൊക്കെ പറ്റ ദ്രവിച്ചു പോയിരുന്നു. ഒരു വർഷങ്ങളോളം പാടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ഭാഗത്തിന് അപ്പുറത്ത് വേറെ സ്കൂൾ പണിതിട്ടുണ്ട്. ഇന്ന് ഈദ് മുബാറക്കാണ്. എല്ലാ വിശ്വാസികൾക്കും ഈദ് മുബാറക്, വലിയ പെരുന്നാൾ ആശംസകൾ. അവിടെ തന്നെ ട്രോഫി. അടുത്ത ഈ പള്ളിയുടെ പ്രാർത്ഥന കഴിയാറായി. ഇപ്പം എല്ലാവരും കഴിഞ്ഞിറങ്ങും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങും. ഈ പള്ളിക്ക് ചാരിയുള്ള വീടിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പള്ളിയുടെ തൊട്ടടുത്ത് ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മാവിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല, മാങ്ങ കഴിഞ്ഞിട്ടൊന്നുമില്ല. മാങ്ങ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. താൽക്കാലികമായിട്ട് നിസ്കാരമൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടെ ഈ പെരുന്നാൾ നിസ്കാരമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് ചെറിയ പള്ളിയാണ്. അപ്പുറത്ത് കണ്ടപ്പോൾ വലിയ പള്ളിയാണ്. ഇത് ചെറുതാണ്. ഇതിൽ ഒരു 10, 35, 40 ആക്കെ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ.
ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ. പെരുന്നാളായിട്ട് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് കടകളൊന്നും തുറന്നില്ല. ഇന്ന് ഇവിടെ 2 ഹോട്ടലാണ് ഉള്ളത്. ആ 2 ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. അപ്പം ഇനി ആരെങ്കിലും തുറക്കുമെന്ന് അറിയില്ല. പിന്നെ ഒരു ചായ മാത്രം കിട്ടുന്ന പെട്ടിക്കട ഉണ്ട്, അയാളും തുറന്നിട്ടില്ല. ഒക്കെ പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ 7 മണിക്കുള്ള നിസ്കാരം കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അല്ലേ? ഈദ് മുബാറക്ക് എല്ലാവർക്കും. ഈദ് മുബാറക്ക്. അച്ഛക്ക ഈദ് മുബാറക്ക്. നമ്മളാളുകളൊക്കെ പെരുന്നാളിന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുകയാണ്. അന്നീറ ഈദ് മുബാറക്ക്. എന്തൊക്കെ സുഖല്ലേ? കുറേ നേരമായി അല്ലേ? ഹായ് നാസർ, ഈദ് മുബാറക്ക്. ഞാനേ ലൈവാ ഈദ് മുബാറക്ക്. ഇവിടെ കൂടിയില്ലേ? അതെ. എന്തൊക്കെ വർത്താനം? സുഖല്ലേ? നമ്മളാളുകളൊക്കെ ഇറങ്ങി. കണ്ടോ ആ പെരുന്നാളിൻ്റെ ഒരു ആവേശം കണ്ടില്ലേ? മൊത്തത്തിലെല്ലാവരും മനസ്സിൽ അവർ അതെ. ഹായ് വാപ്പോ, ഈദ് മുബാറക്ക്. ഇന്ന് ഇതാക്കായിരുന്നു. ഇന്ന് ഈ വീഡിയോ ആക്കാന്ന് അല്ലേ? അത് അതെ. നമ്മളാളുകളെല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ്. പെരുന്നാളിൻ്റെ കുറേ ആളുകളുണ്ടല്ലോ അല്ലേ? ഹായ്, ഈദ് മുബാറക്ക്. ഓക്കെ. ഈദ് മുബാറക്ക് എല്ലാവർക്കും. മുത്തുവാ മറുവാ എല്ലാവർക്കും. കുഞ്ഞാപ്പുവാ ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. എന്തൊക്കെ ചെറിയൊരു പരിപാടി. ഈദ് മുബാറക്ക്. പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഹായ് ആരത്? ഈദ് മുബാറക്ക് കേട്ടോ. ഓക്കെ അല്ലേ?
പിന്നെ കിട്ടിയില്ല. നമ്മുടെ ജംഗ്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇതൊരു നാലുംകുടി ജംഗ്ഷനാണ്. നാലുംകുടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4 ഭാഗത്തേക്ക് റോഡ് പോകുന്നൊരു ജംഗ്ഷനാണ്. 4 ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് കരുവാരുകുണ്ടാണ്, ഒന്ന് മരാട്ടപ്പടിയാണ്, ഒന്ന് കുറ്റിപ്പുളിയാണ്, ഒന്ന് സ്കൂൾ പടിയാണ്. അങ്ങനെ 4 ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഞാൻ ഉള്ളത്. ഈ പെരുന്നാളിൻ്റെയൊക്കെ തിരക്കിലും നമ്മളെ നാടുമായിട്ട് നമ്മൾ നല്ല ബന്ധമാണ്. നമ്മളെ നാടെന്ന് പറയുമ്പോൾ അത് നമുക്ക് വലുത് തന്നെയല്ലേ. നാടും നാട്ടുകാരും എന്ന് പറയുന്ന നാട്, നാട്ടുകാർ, വീട്ടുകാർ എല്ലാവരും നമുക്ക് വേണമല്ലോ, വേണ്ടേ?